സമ്പത്തിന്റെ ദിക്കായി ഫുങ്ഷയിൽ പറയുന്നത് സൗത്ത് ഈസ്റ്റ് കോർണർ ആണ്, തെക്ക് കിഴക്ക് മൂല. അപ്പോൾ വീട് വെക്കുമ്പോൾ ഒരു കാരണവശാലും വീടിന്റെ അല്ലെങ്കിൽ വസ്തുവിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമെന്ന് പറയുന്നു. നമസ്കാരം. നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത വാസ്തു ഫുങ്ഷുയി കൺസൾട്ടന്റ് ആയ സുരേഷ് സാറാണ്. നമസ്കാരം സർ. സർ, ഒരു വീട് വെക്കുമ്പോൾ മുതൽ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പ് വരുത്താനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്കൊരു വീട് വെക്കുമ്പോഴല്ല, ഇപ്പൊ നമ്മളൊരു വസ്തു, ഇപ്പൊ നമുക്ക് വസ്തുവില്ല, വീട് വെക്കാനായിട്ട് വസ്തുവില്ല എന്ന് കരുതുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വസ്തു വാങ്ങിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ഒരു വസ്തു വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ ഈ വസ്തുവിന്റെ ചരിവ് നമ്മളൊന്ന് നോക്കണം. ഇത് എങ്ങോട്ടാണ് വസ്തു ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനകത്തൊരു മഴ പെയ്താൽ ആ വെള്ളം ഏത് ദിക്കിലേക്ക് ഒഴുകി പോകും എന്നുള്ളത് നോക്കണം. അത് വടക്കും കിഴക്കും ചരിഞ്ഞ് ഭൂമിയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭൂമിയായിട്ട് കണക്കാക്കുന്നത്. ഇന്നിപ്പോ എല്ലാ ഭൂമിയും നമുക്ക് അതുപോലെ കിട്ടണമെന്നില്ല, എങ്കിൽ നമുക്ക് ആ രീതിയിൽ അതിനെ ഒന്ന് ലാൻഡ്സ്കേപ്പിംഗ് ആണെങ്കിലും ചെയ്തെടുത്തുകൊണ്ട് വീട് വെക്കാവുന്നതാണ്. അടുത്തത് വീട് വെക്കുമ്പോൾ നമ്മുടെ ഒരു 10 സെന്റ് വസ്തു ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു 5 സെന്റ് വസ്തു ഉണ്ടെന്ന് വെച്ചു. ആ ഭൂമിയിൽ ഏത് ഭാഗത്ത് വീട് വരണം എന്നുള്ള ഒരു കണക്കുണ്ട്. ഏറ്റവും കുറച്ച് മുറ്റം തെക്കും പടിഞ്ഞാറും ആക്കിക്കൊണ്ട് വടക്കിലും കിഴക്കിലും കൂടുതൽ മുറ്റം വരുത്തിക്കൊണ്ട്, അതായത് സൂര്യപ്രകാശം നമുക്ക് ആ ഭാഗത്തുനിന്ന് കൂടുതൽ വീട്ടിലേക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ആ വീടിനെ ഒന്ന് ക്രമീകരിക്കണം. അത് വീടിന് ഒരുപാട് എനർജി കിട്ടും. അപ്പൊ നമുക്ക് തെക്കും പടിഞ്ഞാറും മാക്സിമം അടഞ്ഞു നിൽക്കത്തക്ക രീതിയിലാണ് അതിനെ തയ്യാറാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവാനായിട്ട്, അപ്പം കിഴക്ക് കൂടുതൽ മുറ്റമുള്ളത് നമുക്ക് നല്ലതാണ്, വടക്ക് മുറ്റമുള്ളത് നമുക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് സമ്പത്തിന്റെ ദിക്കായി ഫുങ്ഷയിൽ പറയുന്നത് സൗത്ത് ഈസ്റ്റ് കോർണർ ആണ്, തെക്ക് കിഴക്ക് മൂല. അപ്പോൾ വീട് വെക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ വളരെ കണക്കാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും വീടിന്റെ അല്ലെങ്കിൽ വസ്തുവിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഈ പറയുന്ന സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല. അപ്പൊ ഇപ്പൊ നമ്മളുടെ കിച്ചൺ സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വേസ്റ്റ് വാട്ടറിന്റെ കുഴിയും ഈ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ വീട് വെച്ചുപോയി, അങ്ങനെ ആ ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് ഇതേ ഞാൻ വീട് വെച്ച് താമസിക്കുന്നത് എന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമെന്ന് പറയുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സാമ്പത്തികം ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരു കാരണവശാലും അവിടെ ഇത് പാടില്ല. അതുപോലെ തന്നെ കന്നിമൂല ഭാഗത്തൊരു ഗേറ്റോ അല്ലെങ്കിൽ അവിടെ ഒരു വഴിയോ അവിടെ നിന്നൊരു ഓപ്പണിങ്ങോ പാടില്ല. അവിടെ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കണം. സാർ, ഇപ്പൊ വസ്തു മേടിക്കുമ്പോൾ മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ വീട് വെച്ച് കഴിഞ്ഞു, എന്തായാലും സാർ ഈ 20 വർഷത്തിനുള്ളിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരിക്കുമല്ലോ, എങ്ങനെയാണ് നമ്മൾ വീടിന്റെ കളർ ചൂസ് ചെയ്യുന്നത്? അത് ഇന്ന റൂംസിന് ഇന്ന കളർ കൊടുത്താല് അത് നമ്മുടെ പ്രോസ്പെരിറ്റി ഇംപ്രൂവ് ചെയ്യും എന്ന് പറഞ്ഞുള്ള ചോദ്യങ്ങൾ സാറിന് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതിന് നമുക്കൊരു കാര്യം പറയലെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഈ പറയുന്നത് ഫെങ്ഷുയുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഫെങ്ഷുയുടെ ഓരോ ദിക്കുകളുണ്ട്. ഇപ്പൊ എന്റെ വീട് കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടാണ്, അങ്ങനെയാണെങ്കിൽ എനിക്കിത് ഏത് പെയിന്റ് ഉപയോഗിക്കാം എന്നൊരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് വൈറ്റ് കളർ പെയിന്റ് ചെയ്യാം, കിഴക്ക് ഫേസ് ചെയ്യുന്ന വീട്. ഇപ്പൊ അടുത്തൊരാൾ ചോദിക്കുന്നു, എന്റെ വീട് തെക്ക് ഫേസ് ചെയ്യുന്ന വീടാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏത് പെയിന്റ് ഉപയോഗിക്കാം? ലൈറ്റ് ബ്ലൂ ഉപയോഗിക്കാം. അടുത്തൊരാളുടെ ചോദ്യം നോർത്ത് ഫേസിംഗ് ആണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിങ്ക് കളർ ഉപയോഗിക്കാം. മനസ്സിലായല്ലേ? അപ്പൊ ഇത്തരത്തിൽ നമുക്ക് കളർ ചെയ്യാം. അതല്ല വെസ്റ്റിലാണെങ്കിലോ ലൈറ്റ് ഗ്രീൻ ഉപയോഗിക്കാം. ഇത് ദിക്കുകളെ വെച്ചിട്ട് പറയുന്നത്. ഇനി വേറൊരു ചോദ്യം അതിനകത്തുണ്ടായിരുന്നു, റൂമുകൾ എങ്ങനെ കളർ ചെയ്യാന്നുള്ളത്. അപ്പൊ അതിൽ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം റൂമുകളിലാണെങ്കിലും നമുക്ക് സൗത്ത് വാളുകളിൽ, അതായത് തെക്ക് വശത്തെ ഭിത്തികളിൽ റെഡ്, ഓറഞ്ച്, പിങ്ക് എന്നീ കളർ പെയിന്റുകൾ സൗത്ത് വാളിൽ ചെയ്യാം. വെസ്റ്റ് വാളിലാണെങ്കിൽ നമുക്ക് യെല്ലോ ചെയ്യാം, ബ്രൗൺ ചെയ്യാം. മനസ്സിലായല്ലേ? അതുപോലെ നോർത്തിലാണെങ്കിൽ നമുക്ക് വൈറ്റ് ചെയ്യാം, ബ്ലൂ ചെയ്യാം. ഈസ്റ്റിലാണെങ്കിൽ ബ്ലൂ ചെയ്യാം, ഗ്രീൻ ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ ഇത് ചെയ്യാം. പിന്നെ നമുക്ക് എന്താ പറയുന്ന, ചില വർഷങ്ങളിൽ ഈ ആനുവൽ സ്റ്റാറുകൾ കടന്നു വരുമ്പോൾ ചില കളറുകൾ കുറച്ച് മോശമായിട്ട് ബാധിക്കും. ഉദാഹരണത്തിന് 2026 സൗത്തിൽ വരുന്ന സൗത്ത് ഡയറക്ഷനിൽ വരുന്ന സ്റ്റാർ എന്ന് പറയുന്നത്
5 അതിനെ യെല്ലോ സ്റ്റാർ 5 എന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അപ്പൊ 5 സൗത്തിൽ വരുമ്പോൾ നമുക്ക് അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൗത്തിൽ നമ്മൾ റെഡ് പെയിന്റ് ചെയ്തിട്ടുണ്ട്, നേരത്തെ ചെയ്യാന്ന് പറഞ്ഞു, റെഡ് പെയിന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ റൂമിൽ കിടക്കുന്നവരെ ഈ പിന്നെ യെല്ലോ സ്റ്റാർ 5നെ സപ്പോർട്ട് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് റെഡാണ്. അപ്പൊ എന്ത് പറ്റും, മോശം സ്റ്റാർ ആണ് 5. അപ്പൊ ഈ 5നെ കൂടുതലായിട്ട് ഇത് സ്ട്രോങ് ആക്കും. അത് സ്ട്രോങ് ആകുമ്പോൾ നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മളത് ബാഡ് ആയിട്ടാണ് എഫക്ട് ചെയ്യുന്നത്. അതായത് 5 കൂടുതൽ ശക്തമാകുമ്പോൾ നമ്മുടെ ലോസ് കൂടും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ലൈറ്റ് പെയിന്റുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പം വരത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ വർഷം തോറും ഇതിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു ഭിത്തിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് വർഷം അവരുടെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റി അതിന്റെ ഫെങ്ഷുയെ ഫോളോ ചെയ്ത് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കർട്ടൻസ്. ഇപ്പൊ ഈ പിന്നെ സൗത്ത് പിന്നെ ബെഡ്റൂമിൽ ഇതുപോലെ റെഡ്, ഓറഞ്ച്, പിങ്ക്, യെല്ലോ, ബ്രൗൺ എന്നീ കളർ കർട്ടൻസ് ഉണ്ടെങ്കിൽ ആ റൂമിൽ ഈ വർഷം മാറ്റണം. ഈ വർഷം എന്ന് പറയുന്നത് 2026 മാറ്റണം. ഇത്തരം നിറങ്ങൾ പാടില്ല. അപ്പൊ ഏത് നിറങ്ങൾ ഉപയോഗിക്കാന്ന് ചോദിച്ചാൽ അതിന് നിറമുണ്ട്. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റും ഉണ്ട്, ഇതിനെ വീക്കനിങ് ചെയ്യുന്ന എലമെന്റും ഉണ്ട്. വീക്കനിങ് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വൈറ്റ്, സിൽവർ, ഗോൾഡ് കളർ, ബ്ലൂ കളറൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദോഷത്തിന് പരിഹാരമാകും. വീട് വെക്കാൻ പോകുന്നവർക്ക് കുറച്ച് എന്താ പറയാ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. നമ്മൾ ഒരു വസ്തു മേടിക്കുമ്പോൾ തൊട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാറ് പറഞ്ഞു. സോ ദാറ്റ് നമ്മുടെ പ്രോസ്പെരിറ്റി അത് ഇംപ്രൂവ് ചെയ്യും എന്നുള്ളതാണ് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് കൂടാതെ തന്നെ ഒരുപാട് ഡൗട്ട്സ് നമുക്ക് വരുന്നുണ്ട് സാർ. അത് തുടർന്നുള്ള എപ്പിസോഡിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും അവർക്ക്. അതിനുവേണ്ടി നിങ്ങളും തുടർന്ന് കാണുക. സാറിനെ ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യണം എന്നുള്ളൊരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.